ഹലോ ഗൈസ്, അഖിലാണ്. അപ്പൊ ഇന്ന് എന്ത് ചെയ്യുന്നു വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ അരവിന്ദ് നമ്മളെ വിളിച്ച് പറഞ്ഞത്, അഖിൽ വാ മീൻ പിടിക്കാൻ പോവാം. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നേരെ അവന് വീട്ടിലോട്ട് പോയി. മീൻ പിടിക്കാൻ ഏറ്റവും ആവശ്യം മണ്ണിരയാണല്ലോ. സോ മണ്ണിര പിടിക്കാനായിട്ട് അരവിന്ദാണത് പറമ്പൊക്കെ ഫുള്ള് കളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കളച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള മണ്ണിരയൊക്കെ കിട്ടി. അതൊരു കുപ്പിയിലാക്കി ഞങ്ങൾ നേരെ പാറമണലോട്ട് പോവാണ് മീൻ പിടിക്കാനായിട്ട്. അരവിന്ദന്റെ ഫേസ് കണ്ടാതെ ഏതോ തിമിംഗലത്തെ പിടിക്കാൻ പോകുന്ന പോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാ ഫേസ് കാണിക്കാതെ ഇൻട്രോ പറഞ്ഞെന്ന്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അങ്ങനെ കുറെ നേരം വണ്ടിയൊക്കെ ഓടിച്ച് ലാസ്റ്റ് ഞങ്ങൾ പാറമണൽ എത്തിയേ. ഇത് ആനന്ദിന്റെ അരവിന്ദന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള പാറമണയാണ് ഗൈസ്. ഒരുപാട് മീനുകൾ ഉണ്ടെന്നാണ് പറഞ്ഞാണ് അവന്മാർ ഞങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങോട്ട്. പിന്നെ ഒന്നും വൈകിയില്ല, ഒട്ടും വൈകാതെ തന്നെ ഞങ്ങളെല്ലാം പല സ്ഥലത്തായിട്ടിരുന്ന് ചന്നം പിന്നെ അങ്ങ് ചൂണ്ടയിടാൻ തുടങ്ങി. മീനിനെ കിട്ടിയ കറി വെക്കണോ ഫ്രൈ വെക്കണോ എന്നുള്ള ടെൻഷനിലാണ് സാംസണാണ് ഫുൾ ടൈം ചൂണ്ടയിട്ടുണ്ടിരുന്നത്. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. കൊറേ നേരം അങ്ങനെ ഇരുന്ന് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.